ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മളുടെ പ്രോഗ്രസ് ബാറിൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സാണ്. നമ്മളതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മളെന്താണ് അതിൻ്റെ എല്ലാ CSSഉം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ HTML ക്ലാസ്സിൻ്റെ ഉള്ളിൽ പോവുക. എന്നിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക. സോ ഇതിനെ ഞാൻ ഇവിടെ നിന്നിട്ട് റിമൂവ് ചെയ്യണതിന് നമുക്ക് ഇനി ആവശ്യമില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ഇവിടെ നമ്മൾ എഴുതാൻ പോവുകയാണെന്ന് നമ്മളെ വെബ് ബ്രൗസറിനോട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്തിനെല്ലാണ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തിനൊക്കെയാണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്തിനൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്താണ് പ്രോഗ്രസ് ബാറിന് നമുക്ക് മാറ്റണം അല്ലേ. പ്രോഗ്രസ് ബാറിൽ ചെറിയൊരു ചേഞ്ച് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 50 എന്ന് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് അത് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഗ്രസ് ബാർ 50ലേക്ക് വരിക. ഇപ്പോൾ ഞാനിവിടെ 70 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് 70ൽ വരിക. സോ ഇവിടെ 0 കൊടുത്തപ്പോൾ എന്താണ് അത് 0യിലേക്ക് വന്നു. സോ ഇതിനെയാണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം ജാവാസ്ക്രിപ്റ്റിലേക്ക് നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ഈ ഒരു പ്രോഗ്രസ് ബാറിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യണം, അതിൻ്റെ വിഡ്ത്തിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ HTML പോയിട്ട് ജാവാസ്ക്രിപ്റ്റിനോട് പറഞ്ഞു കൊടുക്കുക, ജാവാസ്ക്രിപ്റ്റ് എനിക്ക് വേണ്ടത് ഈ ഒരു പ്രോഗ്രസ് ബാറിനെ മാറ്റണം, അതിന് വേണ്ടിയിട്ട് ഈ ഡിവിഷനെ ഒരു വേരിയബിളിൻ്റെ ഉള്ളിലാക്കി കൊടുക്കണം എന്ന് പറയണം. അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, ഞാനീ പറഞ്ഞ അതേ ഭാഷയിൽ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിനോട് ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അതിൽ എഴുതുന്നതിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു, പ്രോഗ്രസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, നിങ്ങൾക്ക് എന്ത് വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് എന്താണ് ഈ പ്രോഗ്രസ്സിലേക്ക് നമുക്ക് എന്താണ് ഈ ഒരു കംപ്ലീറ്റ് സാധനത്തിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ ജാവാസ്ക്രിപ്റ്റിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതിനൊരു വഴിയുണ്ട്. അതിനുള്ള വഴിയാണ് നമ്മൾ പഠിച്ചത് ഡോക്യുമെന്റിലുള്ള ഗെറ്റ് എലമെന്റ് ബൈ ID എന്തായിട്ടുള്ള പ്രോഗ്രസ് എന്ന ക്ലാസ് ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ എന്താണ് ID. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ID-നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല നമ്മളുടെ HTML-ൽ. സോ ഞാൻ എന്ത് ചെയ്യാണ്, ജാവാസ്ക്രിപ്റ്റിന് ഇതേപോലെ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ID എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഒരു ID ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജാവാസ്ക്രിപ്റ്റിനോട് പറയാണ് ഈ ഡോക്യുമെന്റിലുള്ള പ്രോഗ്രസ് എന്ന് പേരായിട്ടുള്ള പ്രോഗ്രസ് എന്ന് ID ആയിട്ടുള്ള എലമെന്റിനെ ഈ പ്രോഗ്രസിന്റെ ഉള്ളിലേക്ക് വെക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാക്കുക ബിഹൈൻഡ് ദ സീനിൽ എന്താ നടക്കുന്നത്, ജസ്റ്റ് ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ജാവാസ്ക്രിപ്റ്റ് കോഡാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രസിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് പ്രീവിയസ് ഈ ബട്ടണിനെ നമുക്ക് എന്ത് ചെയ്യണം അല്ലേ, ബട്ടണെയും നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. കാരണം ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നെക്സ്റ്റ് വർക്ക് ആകണം, ഇങ്ങോട്ട് വരണം. പ്രീവിയസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പോകണം. സോ ഞാൻ എന്ത് പറഞ്ഞു, കോൺസ്റ്റ് പ്രീവിയസ് എന്ന് പറഞ്ഞു. കോൺസ്റ്റ് പ്രീവിയസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ആ കോൺസ്റ്റ് പ്രീവിയസിലും നമ്മൾ എന്ത് കൊടുക്കണം, കോൺസ്റ്റ് പ്രീവിയസിലും ഞാൻ എന്ത് കൊടുക്കണം, ഒരു ID എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ID എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആട്രിബ്യൂട്ടിനെ കൊടുക്കണം. ആ ID-യിലേക്ക് എന്ത് ചെയ്യണം, ഞാൻ എന്താണ് പ്രീവിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ID കൊടുത്തു, ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ID കൊടുത്തു. ഈ പ്രീവിയസും ID യൂസ് ചെയ്തിട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഞാൻ എന്ത് പറഞ്ഞു, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID പ്രീവിയസ് ആയിട്ടുള്ള ഈ പ്രീവിയസിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊടുന്ന് വെച്ചു. പ്രീവിയസ് ആയിട്ടുള്ള ID പ്രീവിയസ് ആയിട്ടുള്ള
ഈ ഡോക്യുമെന്റിലുള്ള ടാഗിനെ എന്ത് ചെയ്യണം, പ്രീവിയസിൽ കൊടുത്തു വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു, നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ ഡോക്യുമെന്റിലെ ID നെക്സ്റ്റ് ആയിട്ട് വരുന്ന ടാഗിനെയും എന്തിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യണം, ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, സർക്കിള് അല്ലേ. ഈ ഒരു സർക്കിള് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർക്കിളും എന്താകുന്നുണ്ട്, റൗണ്ട് ആവുന്നുണ്ട്, പ്രോഗ്രസ് ബാർ വരുന്നുണ്ട്. ആ പ്രോഗ്രസ് ബാറിന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് എത്ര ഉണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ID പോസിബിൾ അല്ല, കാരണം ID എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഒരു ID ഇപ്പോൾ നമ്മൾ സർക്കിളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സർക്കിളിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സോ ഒന്നിൽ കൂടുതൽ ഐഡികളുള്ള അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരേ ക്ലാസ്സിൽ വരുന്ന ടാഗ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് എന്ത്, കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഇവിടെ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താണ്, ഇവിടെ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ID അല്ല ഞാൻ കൊടുക്കുന്നത്, ഞാനിവിടെ കൊടുക്കുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. ക്വറി സെലക്ടർ ഓൾ എന്ന് പറയും. ഈ ക്വറി സെലക്ടർ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്ലാസ് നെയിം സർക്കിളായിട്ട് വരുന്ന എല്ലാത്തിനെയും എല്ലാ ടാഗിനെയും എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വെക്കണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സോ ക്ലാസ് ആണ് നമ്മളിവിടെ എടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഡോട്ട് യൂസ് ചെയ്തു. ഡോട്ട് യൂസ് ചെയ്തിട്ട് നമ്മളെന്ത് പറഞ്ഞു, സർക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമുക്കുണ്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, നമ്മൾ ഡോട്ട് സർക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ക്വറി സെലക്ടർ എന്താ ചെയ്യുക, സർക്കിൾ എന്ന് ക്ലാസ് ആയിട്ടുള്ള എല്ലാ ഡിവിഷനെയും എന്ത് ചെയ്യും, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു അറേ ആക്കി സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട മാനിപ്പുലേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെന്താണ്, ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ എത്ര വാല്യൂസ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട് എന്നുള്ളതൊക്കെ, എത്ര സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിയാൻ വേണ്ടി പറ്റണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താണ്, മെയിൻ ഡിക്ലറേഷനിൽ ഇപ്പോൾ ഗ്ലോബൽ ഡിക്ലറേഷനിൽ ഞാൻ എന്താണ്, ഇവിടെ ഒരു ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. ഞാൻ എന്ത് പറഞ്ഞു, ലെറ്റ് കറന്റ് വാല്യൂ ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. കറന്റ് വാല്യൂ ഈക്വൽ ടു 1 എന്ന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ നമുക്കെന്താണ്, ഒരു ക്ലിക്ക് ഇവന്റ് നമുക്ക് എന്ത് ചെയ്യണം, ഈ നെക്സ്റ്റിന് കൊടുക്കണമല്ല. ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിനെയൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ നെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ ഉള്ളത്, ഈ ഒരു ബട്ടണാണുള്ളത്. സോ ഈ നെക്സ്റ്റിന് ഞാനൊരു ഇവന്റ് ഇവിടെ കൊടുക്കണം. നെക്സ്റ്റിന് എങ്ങനെ കൊടുക്കേണ്ടത്, നെക്സ്റ്റ് ഡോട്ട് ആഡ് ഇവന്റ് ലിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് ഉണ്ട്. ആ ഇവന്റ് ലിസ്റ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് ആണ് വരിക. ഒന്ന് എന്താണോ നമ്മളുടെ ഇവന്റ്, നമ്മളിവിടെ ക്ലിക്കാണ് ചെയ്യുന്നത് അല്ലേ, ആ ഈ പർട്ടിക്കുലർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്ന ഇവന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ മൗസ് ഡൗൺ ആണെങ്കിൽ മൗസ് ഡൗൺ ഇവന്റ് ഉണ്ട്, മൗസ് അപ്പ് ഇവന്റ് ഉണ്ട്, മൗസ് സ്ക്രോൾ ഇവന്റ് ഉണ്ട്, കീബോർഡിൽ കീ പ്രസ് ചെയ്യുമ്പോഴാണ് വർക്ക് ചെയ്യേണ്ടെങ്കിൽ അതിനുള്ള ഇവന്റ് ഉണ്ട്. നമ്മളിവിടെ എന്താണ്, മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ള ഇവന്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ആട്രിബ്യൂട്ടിൽ കൊടുത്തു. ഇനി എന്താണ്, ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് സെക്കൻഡ് ആട്രിബ്യൂട്ട് ആയിട്ട് വരുന്നത്. അവിടെ ഞാൻ എന്താണ്, ആരോ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ആരോ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മുടെ ES6-ന്റെ ഈ സെഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ആരോ ഫംഗ്ഷൻ എന്ന് മനസ്സിലാവും. സോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യം, ഒന്ന് ഫംഗ്ഷൻ ആട്രിബ്യൂട്ടാണ് വരിക, ഒന്നൊരു ക്ലിക്ക് എന്തെങ്കിലും ഒരു ഇവന്റിന്റെ ആട്രിബ്യൂട്ടാണ് വരിക, എന്തിൽ, ആഡ് ലിസണറിൽ വരിക. ആ 2 ആട്രിബ്യൂട്ടിനെ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഈ കറന്റ് വാല്യൂ ഉണ്ടല്ലോ, ഇതിനെ നമുക്കൊന്ന് ഇൻക്രിമെന്റ് ചെയ്ത് നോക്കാം. കറന്റ് വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ++ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതായത് ++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് എന്ത് ചെയ്യണം, അതിനെ പ്ലസ് ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു ഇൻസ്പെക്ട് എലമെന്റ് കൊടുത്ത്
അപ്പോൾ ഇങ്ങനെയല്ലേ ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ് ഒന്ന് കൺസോൾ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ആ കറണ്ട് ആക്റ്റീവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു കൺസോൾ ഡോട്ട് ലോഗ് ഈ കറണ്ട് ആക്റ്റീവിനെ, അതായത് ഈ കറണ്ട് ആക്റ്റീവിനെ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ചെയ്യാണ്. ഇനി ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ അൺകോട്ട് റെഫറൻസ് കറണ്ട് ആക്റ്റീവ് ഈസ് നോട്ട് ഡിഫൈൻഡ്. എന്താണ് ഇവിടെ എന്താണ് കറണ്ട് ആക്റ്റീവ് ആണ് കേട്ടോ, കറണ്ട് വാല്യൂ അല്ല, കറണ്ട് ആക്റ്റീവ് എന്നാക്കി കൊടുക്കുക നമ്മൾ. ഞാനത് എടുത്തതിൽ മിസ്റ്റേക്ക് ആയി പോയതാണ്. കറണ്ട് ആക്റ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ സോ നമുക്ക് എന്താണ് 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 5 കിട്ടി, 6 കിട്ടി. അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് ഈ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു ഇവിടെ മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് സെയിം ഇതുപോലെ തന്നെ നമുക്ക് കൺസോൾ ലോഗ് ഞാൻ ചെയ്യാണ്. എന്തിനാണ് ഞാൻ കൺസോൾ ലോഗ് ചെയ്യുന്നത്? നമുക്ക് എന്ത് ചെയ്യണം സർക്കിൾസിനെ, ഇപ്പോൾ സർക്കിൾന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വരുന്നത് സർക്കിളാണെന്നേ, കൺസോൾ ചെയ്യുന്നത് സർക്കിളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ കൺസോൾ ലോഗിൽ ഒരു സർക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഈ സർക്കിളിനെ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ സർക്കിളിനെ മൊത്തത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്, മൊത്തത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്നല്ല, ഈ സർക്കിളിൽ നിന്ന് ക്ലാസ് ആയിട്ട് വരുന്ന എല്ലാത്തിനെയും എവിടെ ഉണ്ടാവും ഈ സർക്കിളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. സോ അതിനെ നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെന്താണ് സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യാണ് കൺസോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മളിവിടെ ഒന്നിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് യെസ് ഇവിടെ കണ്ടോ. അപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ സർക്കിളിൽ നിന്ന് ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. ഇത് സർക്കിൾ ഇവിടെ ഇത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എത്ര സർക്കിൾ ഉണ്ടോ അത്ര സർക്കിൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു അരയായിട്ടാണ് വരുന്നത്. അര സ്റ്റാർട്ട് ചെയ്യുക 0 മുതലാണ്. അപ്പോൾ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 4 സർക്കിൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. എന്താണ് കാണാൻ വേണ്ടി പറ്റുന്നത്? അതിൻ്റെ ലെങ്ത്ത് 4 ആണെന്ന് കാണാൻ വേണ്ടി പറ്റി. ഇനി ഞാനിപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒരു ഇതും കൂടെ 5 എന്ന് പറഞ്ഞിട്ട് 5 എന്ന് പറഞ്ഞിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഇതിനെ ഒന്നുകൂടി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് സർക്കിൾ എന്ന് ഇവിടെ വന്നു. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റി? ലെങ്ത്ത് കണ്ടോ 5 എന്ന് കാണാൻ വേണ്ടി പറ്റി. ഇപ്പോൾ 5 എണ്ണമായി. ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? ഇപ്പോൾ നേരത്തെ വന്നത് 0 മുതൽ 3 വരെയായിരുന്നു അല്ലേ. ഇപ്പോൾ വരുന്നത് 0 മുതൽ 4 വരെയാണ്. ഇതിനെ ഞാൻ വീണ്ടും റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്താണ് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ 0 മുതൽ 3 വരെ വന്നു. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്ര സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട എന്താണ് നമുക്ക് ലെങ്ത് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഞാനിപ്പോൾ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്യാന്ന് വിചാരിച്ചോ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കോ. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് പോകേണ്ടത് ഏതുവരെയാണ്? ഇതിന്റെ ലെങ്ത് എത്രയാണോ അതുവരെ മാത്രം പോയാൽ മതി. അതുവരെയുള്ള ഇൻക്രിമെന്റ് മാത്രം നടന്നാൽ മതി. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതുകയാണ്. ഇതിനെ റിമൂവ് ചെയ്തു. ഇപ്പോൾ ലെങ്ത് എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ് അതിനെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതി. ഇഫ് കണ്ടീഷൻ എന്താണ്? കറണ്ട് വാല്യൂ. ഇപ്പോൾ ഈ കറണ്ട് ആക്റ്റീവ്, ഈ കറണ്ട് ആക്റ്റീവിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സർക്കിൾസ് അല്ലേ, ഈ സർക്കിൾസ് കണ്ടു. സർക്കിൾസ് ഡോട്ട് ലെങ്ത്തിലും കൂടുതൽ പോവുകയാണെങ്കിൽ സർക്കിൾസ് ഡോട്ട് ലെങ്ത്, കാരണം അത് അരയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് സർക്കിൾസ് കൊടുത്തു. ഈ സർക്കിൾസ് ഡോട്ട് LE ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. സർക്കിൾസ് ഡോട്ട് LENG ലെങ്ത് ആണെങ്കിൽ നമുക്കെന്താണ് അവിടെ ഒരു കണ്ടീഷൻ വേണം. അവിടെ എറർ വന്നതെന്ന് വെച്ചാൽ ഈ ഒരു
ബ്രാക്കറ്റ് ഇവിടെ അധികമാണ്. സോ ഞാൻ എന്താ പറയുന്നത്, ഈ കറന്റ് ആക്റ്റീവ് എന്ന് പറയുന്നതിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, നെക്സ്റ്റ് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 1 2 എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ആ ഇൻക്രിമെന്റ് ചെയ്ത വാല്യൂ, ആ ഇൻക്രിമെന്റ് ചെയ്യുന്ന വാല്യൂ ഈ സർക്കിളിന്റെ ലെങ്ത്തിലും അധികമാണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം, ഇവിടെ കറന്റ് ആക്റ്റീവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സർക്കിൾസ് ഡോട്ട് ലെങ്ത് എന്നായിരിക്കണം. അതിന്റെ അപ്പുറം പോകാൻ പാടില്ല എന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. ഈ കറന്റ് ആക്റ്റീവിനെ വീണ്ടും എന്താക്കി സെറ്റ് ചെയ്ത് കൊടുത്തു, സർക്കിൾ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ കൺസോൾ ചെയ്ത ഇതുണ്ടല്ലോ ഈ കറന്റ് ആക്റ്റീവിനെ, ആ കറന്റ് ആക്റ്റീവിനെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, കൺസോൾ ചെയ്ത് കൊടുക്കാം. കൺസോൾ ഡോട്ട് ലോഗ് കറന്റ് ആക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് 0 വന്നു, 2 വന്നു, 3 4 സോറി എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, നോക്കട്ടെ. ഇവിടെ എന്താണ്, നമ്മളെന്താണ് ഇവിടെ ഈ സർക്കിൾസ് മാറ്റി കൊടുക്കണം. കാരണം ക്ലാസ് ആണല്ലോ, അതാണ് നമുക്കത് കിട്ടാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആകണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനെ സർക്കിൾസ് ആക്കിയത്. ഇതെല്ലാം പാടെ കൺഫ്യൂസ്ഡ് ആകണ്ട വിചാരിച്ചിട്ട്. സോ ഓക്കെ, സോറി. നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ സർക്കിൾസ് തന്നെ മാറ്റി കൊടുത്തോളൂ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, സോ നമ്മളെ CSS പോയി അല്ലേ, CSS പോയി. അല്ല, ഇതിന് പഴയ പോലെ തന്നെയാണ്, CSS പോയിട്ടില്ല. ഇവിടെ സർക്കിൾസ് ആക്കണ്ട, ഇവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തിയത്, സർക്കിൾ എന്നാണ് ആക്കേണ്ടത്. സോ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഓരോ ക്ലിക്കിലും ഈ കറന്റ് ആക്റ്റീവിനെ പ്ലസ് ആക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളെന്താണ്, ഇപ്പം നമുക്ക് ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ, ഇതിൻ്റെ ഈ സർക്കിളിൽ എത്ര ഡിവിഷൻ ഉണ്ട്, സർക്കിൾ എന്ന് പേരായിട്ടുള്ള എത്ര ക്ലാസ് ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിന് ഓരോന്നിനും ലെങ്ത് ഉണ്ട് എന്ന് മനസ്സിലായി. ആ ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, യൂസ് ചെയ്യാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മളിങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇതിനെ ഞാനൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചു. കമൻറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, അതിന് എത്ര ലെങ്ത് ആണോ ഉള്ളത് ആ ലെങ്ത് വരെ അത് പോകാൻ പാടുള്ളൂ. അതിന് ഞാനൊരു കണ്ടീഷൻ എഴുതിക്കാണ്. കറന്റ് ആക്റ്റീവ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് വാല്യൂ വരുന്നുണ്ട്, ഇൻക്രിമെന്റ് വാല്യൂ വരുന്നുണ്ട് അല്ലേ, ഇതിന് ഇൻക്രിമെന്റ് ചെയ്ത് വാല്യൂ വരുന്നുണ്ട്. എന്നിട്ട് ആ കറന്റ് ആക്റ്റീവിലുള്ള വാല്യൂ സർക്കിൾസ് ഡോട്ട് ലെങ്ത്തിൻ്റെയും മുകളിൽ പോവുകയാണെങ്കിൽ എന്ത് പറഞ്ഞു കൊടുത്തു, കറന്റ് ആക്റ്റീവിന്റെ വാല്യൂ എന്താക്കണം എന്ന് പറഞ്ഞു കൊടുത്തു, സർക്കിൾസ് ഡോട്ട് ലെങ്ത്തിൽ അവിടെ നിർത്തണം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, മുകളിലും പോവുകയാണെങ്കിൽ ഇപ്പോൾ 4 അര ഉണ്ടെങ്കിൽ 4 ലെങ്ത് 4ലും അധികം പോവുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, 4 തന്നെ ആയിരിക്കണം, അതിലപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ കൺസോൾ ലോഗിന് ഇവിടെ കൺസോൾ ലോഗ് ചെയ്തു. 2 വന്നു, കാരണം എന്താണ് 0 നമ്മളുടെ ഓൾറെഡി അവിടെ ഉണ്ട്. ഇപ്പോൾ 1 രണ്ടാമത്തെ ക്ലിക്കാണ്, 3ാമത്തെ ക്ലിക്ക്, 4ാമത്തെ ക്ലിക്ക്, 5ാമത്തെ ക്ലിക്കിൽ നമ്മൾ എന്താണ് 4ൽ തന്നെ എന്ത് ചെയ്യാണ്, 5 വട്ടം ക്ലിക്ക് ചെയ്തു, 6 വട്ടം ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ ഡിവിഷനിലാണ് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ഒന്നുകൂടിയും പറയാം, ഇതിനെ റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റിലാണ് ഓൾറെഡി നിൽക്കുന്നത് ഉണ്ടാകുക, 0ലാണ്. 2ാമത്തെ ഡിവിഷനിലാണ് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്, 3ാമത്തെ ഡിവിഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, 4ാമത്തെ ഡിവിഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, 5ാമത്തെ ഡിവിഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി എന്താണ്, 5ാമത്തെ ഡിവിഷനിൽ നമ്മൾ എന്ത് ചെയ്തു, 7 പ്രാവശ്യം ഇപ്പം എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. കാരണം എന്താണ്, ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, അതിൽ കൂടുതൽ ലെങ്ത്തിലധികം പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൽ കൂടുതൽ ലെങ്ത്തിൽ പോകുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ആ ഡിവിഷന് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ 4 ഡിവിഷൻ ആണ് എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ഡിവിഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ബിഹൈൻഡ് ദ സീനിൽ അത് മനസ്സിലാകുന്നില്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഞാനത് പറയുകയാണ്. ഓക്കെ, സോ ഇനി എന്താണ് അടുത്തത് വേണ്ടത്, പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് വേണം, സെയിം ഡിക്രിമെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്, ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് അതിന് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി എന്താണ് നെക്സ്റ്റിൽ, ഇപ്പോൾ ഈ പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ഇതിനെ മൈനസ് ആക്കി. എന്നിട്ട് ഇവിടെ ഞാൻ എന്താ പറയുന്നത്, ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ
ഞാൻ എന്ത് ചെയ്യാണ്, ഹൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് കറൻറ്റ് വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നും കൂടി ഡിക്രിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യാണ്. പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രീവിയസിന്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഡിസേബിൾഡ് ഇവിടെ നിന്നുകൊണ്ട് ഒഴിവാക്കുകയാണ്. ഡിസേബിൾഡ് ഒഴിവാക്കി ഇപ്പോൾ നമുക്ക് എന്താണ്, പ്രീവിയസിൽ ക്ലിക്ക് ചെയ്തു. പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 0 വന്നു. ഇപ്പോൾ കറൻറ്റ് വാല്യൂ എന്താണ്, 1 ആണ് എന്തിലുള്ളത്, ഈ കറണ്ട് ആക്റ്റീവിലുള്ളത്. അതിനെ മൈനസ് ആക്കി. അപ്പോൾ എന്താണ്, 0 കിട്ടി. പ്രീവിയസിൽ ക്ലിക്കുമ്പോൾ -1 -2 -3 -4 -5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ >1 വരെയുള്ള വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് 1 ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. -1 -2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ പാടില്ലല്ലോ, ഇൻഫിനിറ്റി ആയിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പോകാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ ഇഫ് കണ്ടീഷനിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കേണ്ടത്, കറൻറ്റ് വാല്യൂ <1 ആകുകയാണെങ്കിൽ കറൻറ്റ് ആക്റ്റീവ് എന്തായിരിക്കണം, 1 ആയിട്ട് തന്നെ തുടരണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ചെറിയൊരു എറർ വന്നെന്താ വെച്ചാൽ ഓക്കെ. ഇപ്പോൾ എന്താണ്, കറൻറ്റ് ആക്റ്റീവ് <1 ആണെങ്കിൽ ഈ കറൻറ്റ് ആക്റ്റീവ് എന്തായിരിക്കണം, 1 ആയിട്ട് തന്നെ തുടരണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രീവിയസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രീവിയസ് എന്ന് പറയുമ്പോൾ ആ 1-ൽ തന്നെ എന്ത് ചെയ്യാണ്, അത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇതിൻ്റെ കറൻറ്റ് വാല്യൂ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 5 ആക്കി. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, പ്രീവിയസിൽ ക്ലിക്ക് ചെയ്തു, 4 ആയി, 3 ആയി, 2 ആയി, 1 ആയി. ഇപ്പം ഉണ്ടോ, ആ 1-ൽ തന്നെ എന്ത് ചെയ്തു, അത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്താണ്, പ്രീവിയസ് കടന്നു പോയി. പിന്നെ നമുക്കെന്താണ്, ഇനി എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ പ്രീവിയസും എൻ്റെ ഈ ലാസ്റ്റ് ഡിവിഷനെയും ഭേദിച്ച് പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് അതിനിപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്താണ്, ഇവിടെ ഇതിനെ 1 തന്നെ ആക്കി. ഓക്കെ ഗൈസ്, ജസ്റ്റ് കണ്ടിന്യൂ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒന്ന് ബ്രേക്ക് എടുത്തതായിരുന്നു. സോ നമ്മളെന്താണ്, ഇത്രയും ഫങ്ഷണാലിറ്റി എന്തിനാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ആ ഒരു ക്ലാസ് നമ്മളുടെ അവിടുത്തെ സർക്കിൾ ക്ലാസ്സിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റും ഇൻക്രിമെൻറ്റും നടക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ക്ലാസ്സുകൾ ഫങ്ഷണാലിറ്റി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താണ്, കൺസോൾ ഡോട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഫങ്ഷൻ, നമുക്കിതിൻ്റെ ഫങ്ഷണാലിറ്റി നടക്കണമല്ലേ. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇത് ഇങ്ങോട്ട് വന്ന് ഇവിടെ റൗണ്ടായിട്ട് നമുക്ക് കാണണം. സോ അത് എന്താണ്, നമ്മൾ ഒരു ഫങ്ഷൻ എഴുതാണ്, ഫങ്ഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്താണ്, ഫങ്ഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ എഴുതി. അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ എഴുതി. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത്, ഈ സർക്കിൾസിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു എന്തെല്ലാം, എത്ര സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ അത്രയും ഡിവിഷന് ഈ സർക്കിൾസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിച്ചു തന്നു. ഇനി നമുക്ക് അതിൻ്റെ ഓരോ സർക്കിളിൻ്റെ ക്ലാസ്സിനെയും നമുക്ക് എന്ത് ചെയ്യണം, ഐട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആക്റ്റീവ് ക്ലാസ്സിനെ, ഈ ആക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ആക്റ്റീവ് ക്ലാസ്, ആക്റ്റീവ് ക്ലാസ് അല്ലല്ലേ, ആക്റ്റീവ് ആട്രിബ്യൂട്ട് അല്ലേ, അതിന് എന്ത് ചെയ്യണം, ആക്റ്റീവിന് നമുക്ക് എന്ത് ചെയ്യണം, ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ എന്തുണ്ട്, നമുക്ക് BTN സർക്കിൾ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, നമുക്കൊരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ ബോർഡർ കളർ നമുക്കുണ്ട്. ഇനി എന്താണ്, BTN ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, അതിൻ്റെ ഒരു ക്ലാസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ 2 ക്ലാസ്സാണ് നമുക്ക് ആക്റ്റീവിനുള്ളത്, സർക്കിൾ ആക്റ്റീവ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൽ വന്നിട്ട് ഈ സർക്കിൾ ആക്റ്റീവിനെ, സർക്കിളിലുള്ള ആക്റ്റീവിനെ നമുക്ക് എന്ത് ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്താണ്, ഞാനിവിടെ വന്ന് ഈ സർക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. സോ ഞാൻ എന്ത് പറഞ്ഞു,
സർക്കിൾസിൽ ഉള്ള ഓരോ അറേ ആയിട്ടാണ് സർക്കിൾസിൽ എന്ത് ചെയ്തിട്ടുണ്ടാകുക, ഡിവിഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അതിലൂടെ ഒക്കെ നമുക്ക് ട്രാവേഴ്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർ ലൂപ്പ് പോലുള്ള ഒരു സംഭവം ആണ് ജാവാസ്ക്രിപ്റ്റിലുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്താണ്, ഫോർ ഈച്ച് നമ്മൾ യൂസ് ചെയ്തു ഓരോ സർക്കിളിലുള്ള ഡിവിഷൻ ആയിട്ടുള്ള അറേ ആയിട്ടുള്ള ഓരോ അറേ കൂടെയും എന്ത് ചെയ്യാൻ, ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിന് നമുക്ക് ബേസിക് ആയിട്ട് രണ്ട് ആട്രിബ്യൂട്ട് വരും. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഒന്നെന്ന് പറയുന്നത് സർക്കിൾ, ഒന്നെന്ന് പറയുന്നത് എന്താണ്, വാല്യൂ ആയിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താണോ, ഏത് അരേനെയാണോ കറൻ്റ്ലി സെലക്ട് ചെയ്തിട്ടുള്ളത് ആ അരേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അര ഇവിടെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പിന്നത്തെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഓരോ അറേക്കും ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും. ആ ഇൻഡെക്സ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സോ ഈ ഓരോ സർക്കിളിലെ അറേയിലും ട്രാവേഴ്സ് ചെയ്തിട്ട് ആ ഓരോ ഡിവിഷനെയും ഓരോ പ്രാവശ്യവും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ സർക്കിൾ എന്ന് പറയുന്ന ഈ ഒരു അറേൻ്റെ ഉള്ളിലാണ്. ഇനി എന്താണ് രണ്ടാമത്തെ ഒരു ആട്രിബ്യൂട്ട് ഉള്ളത്, മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, അവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ആരോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ആ ആരോ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഞാൻ എഴുതാൻ പോകുന്നത് എന്ത്, ഇഫ് ഇൻഡെക്സ്. ഇപ്പോൾ ഓരോ അറേക്കും എന്തുണ്ട്, ഇൻഡെക്സ് ഉണ്ട് അല്ലേ. സോ ഇൻഡെക്സ് എഴുതുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ നിന്ന് കൺസോൾ.ലോഗ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻഡെക്സ് ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്ഡേറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ. സോ ഞാനിവിടെ വന്നിട്ട് എന്താണ്, അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഈ അപ്ഡേറ്റ് വർക്കാണ്. അപ്പോൾ നമ്മൾ കൺസോൾ ലോഗൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ആ ഓരോ അറയിലുള്ള എല്ലാ വാല്യൂസിനെയും എന്ത് ചെയ്തു, അതിൻ്റെ ഇൻഡെക്സ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇൻഡെക്സ് വാല്യൂ എന്താണെന്ന് മനസ്സിലായില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു അറേ സ്റ്റാർട്ട് ചെയ്യുക 0 മുതലാണ്. ആ ഓരോ വാല്യൂവിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ സർക്കിൾ എന്ന് കൊടുത്താലോ, സർക്കിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇവിടെ വന്നു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടോ ഓരോ ഡിവിഷനെയും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര ഡിവിഷൻ ഉണ്ടോ ആ ഓരോ ഡിവിഷനെയും എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഓരോ ഡിവിഷനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ ഡിവിഷൻ ഇവിടെ വിളിച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഡിവിഷനാണ് അല്ലേ വന്നിട്ടുള്ളത്. ആ ഡിവിഷനിൽ എന്താണ്, ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഇനി ആ ആക്റ്റീവിനെയാണ് നമ്മൾ ഡോമി യൂസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ എഴുതി കൊടുക്കുന്നത് നമ്മളെന്താണ്, ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കമൻറ്റ് ചെയ്ത് വെച്ചു. ഇഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ കറണ്ട് ആക്റ്റീവ്. ഇപ്പോൾ കറണ്ട് ആക്റ്റീവിലൊരു വാല്യൂ ഉണ്ടാവും, എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ കറണ്ട് ആക്റ്റീവിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ആ കറണ്ട് ആക്റ്റീവിലുള്ള വാല്യൂ ഇൻഡെക്സ് വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവണം.